വിശദമായി നോക്കാം. നെടുമങ്ങാട്ടെ ആ ദാരുണമായ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടി വീണ് കിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ ദാരുണാന്ത്യം. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് തുടങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് അരുൺ? തീർച്ചയായും ആര്യ, ഇന്നലെ മിഥുനിന്റെ സംസ്കാര ഈ പറയുന്ന വേദനാജനകമായ ദൃശ്യങ്ങൾ പങ്കുവെച്ച് നമ്മൾ ഒരു രാത്രി കഴിയുമ്പോൾ മറ്റൊരു ദുഃഖവാർത്ത തന്നെയാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ബൈക്ക് യാത്രികനായ 19-കാരനായ ബിരുദ വിദ്യാർത്ഥിയായ ഒരു അക്ഷയ് എന്ന ഒരു 19-കാരനാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത്. ഇതും ഇവിടെയും വില്ലനായിരിക്കുന്നത് വൈദ്യുതി പോസ്റ്റ് തന്നെയാണ്. ഈ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നെടുമങ്ങാട് പനയമുട്ടം വീടിന് സമീപത്ത് തന്നെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. പള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കാറ്റത്ത് നിലംപൊത്തുകയായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് അതിൽ നിന്ന് വൈദ്യുതി പ്രവഹിച്ചായിരുന്നു ഇദ്ദേഹത്തിന് പരിക്കേറ്റത്. ഇയാളോടൊപ്പം 3 പേരുണ്ടായിരുന്നു. 3 പേർ ആയിരുന്നു ഇവർ ഒന്നിച്ചു വന്നിരുന്നത്. അക്ഷയ് ആണ് മരണത്തിന് കീഴടങ്ങിയത്. മറ്റു 2 പേരും ഇപ്പോൾ സുരക്ഷിതരാണ്. അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മരച്ചില്ലയും പോസ്റ്റും കമ്പിയും ഒക്കെ പൊട്ടി വീഴാനുണ്ടായ ഒരു സാഹചര്യം ഈ അതിശക്തമായ മഴയും കാറ്റും ഒക്കെയാണോ? എങ്ങനെയാണ് അത് സംഭവിച്ചത്? ആര്യ, കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും ഒപ്പം കാറ്റും ഉണ്ടായിരുന്നു. കാറ്റായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത് വീശിയടിച്ചത്. ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന അപകടത്തിന് കാരണമായത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് കാലപ്പഴക്കം എന്ന ഒരു പോസ്റ്റായിരുന്നു ഇത് എന്നുള്ളതാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പറയുന്ന ഈ അപകടത്തിൽ പെടാൻ കാരണമായ മരക്കഷ്ണത്തിന് അത്ര ഒരു വലിയൊരു ഭാരമുള്ള ഒരു കഷ്ണമല്ല, ഒരു പോസ്റ്റിനെ തകർക്കാനുള്ള ഒരു ഭാരമല്ല. പക്ഷെ അപ്പോൾ നമുക്ക് നാട്ടുകാർ പറയുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ മുഖവിലക്കെടുക്കാൻ കഴിയുക. കാരണം കാലപ്പഴക്കം ചെന്ന ഒരു പോസ്റ്റ് ആയിരിക്കാം ഈ പറഞ്ഞത് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഈ പറയുന്ന ജോലി കഴിഞ്ഞ് വിനോദും അമർനാഥും അക്ഷയും അടങ്ങുന്ന സംഘം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു അപകടം. അരുൺ, പുലർച്ചെ എത്ര മണിയോട് കൂടിയായിരിക്കും ഈ അപകടം സംഭവിച്ചത്? ഈ മരച്ചിലയും പോസ്റ്റും എല്ലാം ഒടിഞ്ഞു വീണത് എത്ര മണിയോട് കൂടിയാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ നമുക്ക്? ആര്യ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം പുറംലോകം അറിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അർദ്ധരാത്രി എപ്പോഴെങ്കിലും ആയിരിക്കാം ഇതൊരു സംഭവം നടന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു അത്ര തിരക്കുള്ള ഒരു റോഡല്ല. രാത്രി കഴിഞ്ഞാൽ തിരക്കുള്ള റോഡാണെങ്കിൽ രാത്രി കഴിഞ്ഞാൽ അത്ര തിരക്കുള്ള റോഡല്ല. അതായിരിക്കാം മറ്റുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. വേറൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവരുടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തും ഈ പറയുന്ന വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു ഈ കമ്പികളിലൂടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അതിനുശേഷം നാട്ടുകാർ അവിടെയുള്ള ഫീസ് ഊരിയതിനു ശേഷമാണ് അക്ഷയെ രക്ഷിക്കാൻ, അക്ഷയുടെ ശരീരം എടുക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിയെങ്കിലും മരണം സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത്, ഈ പറയുന്ന സാധാരണ ഇലക്ട്രിക് പോസ്റ്റുകൾ നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ ഫീസ് പോകുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. പക്ഷെ അവിടെ അതും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണണം. അതായത് ഓട്ടോമാറ്റിക്കലി ആ കറണ്ടിന്റെ പ്രവാഹം നിലയ്ക്കുന്ന ഒരു സംവിധാനം നമുക്ക് നമ്മുടെ KECBക്ക് ഉണ്ട് എന്നുള്ള അവകാശപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന 19-കാരന്റെ ജീവൻ ഒഴിയില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വസ്തുതയാണ്. അരുൺ, ഈ KECBക്ക് ഈ മരം വീണതും പോസ്റ്റ് വീണതും ഇത്തരത്തിൽ കമ്പി റോഡിലേക്ക് പൊട്ടി വീണതിനെ കുറിച്ചുമൊക്കെ വിവരം ലഭിച്ചിരുന്നോ നേരത്തെ? അതോ ഈ അപകട മരണത്തിന് ശേഷമാണോ ഈ സംഭവം KECB ഉദ്യോഗസ്ഥർ അറിയുന്നത്? അതിനുശേഷം തന്നെയാണ്, ഈ അപകടം നടന്നതിന് ശേഷം തന്നെയാണ് പുറംലോകം അറിയുന്നത്. കാരണം ഇവരുടെ വിളി കേട്ടായിരുന്നു ഉറക്കത്തിലായിരുന്ന സമീപവാസികൾ ഉണരുന്നതും തുടർന്ന് ഇവര് രക്ഷാപ്രവർത്തനത്തേക്ക് എത്തുന്നത്. കാരണം ഈ ഉണ്ടായിരുന്ന അമർനാഥും വിനോദും അക്ഷയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ അവർക്കും പെട്ടെന്ന് ഈ പറയുന്ന വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടുകൂടി അക്ഷയെ പുറത്തെടുക്കാൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന അപകടം നടക്കുന്ന സമയത്തും വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. കാരണം മഴക്കാലമാണ്, കാറ്റ് ശക്തമായി വീശിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. ശരി, അരുൺമോഹൻ, ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മിനി, നമസ്കാരം. അതിദാരുണമായ ഒരു വാർത്തയാണ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം? ഞാൻ രാവിലെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. രാത്രി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിദാരുണമായ ഒരു സംഭവമാണ്. അറിഞ്ഞപ്പോൾ മനസ്സിൽ പെട്ടെന്ന്, കാരണം മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുരുതരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പല വാർത്തകളിലും നമ്മൾ തേലക്കര സ്കൂളിലേക്ക് കുട്ടികൾ ആ ഒരു ഷോക്കിൽ നിന്നാണ് വീണ്ടും ഈ ഒരു ഷോക്കേറ്റ് പനയമുട്ടം പാമ്പാടിക്ക് അടുത്ത് വെച്ചൊരു റബ്ബർ മരം ഒടിഞ്ഞു വീണു. അതിൽ കൂടി 3 പേര് ബൈക്ക് യാത്രയായിട്ട് വരുന്നതാണ്. ശാലിനി സുരേഷ് ദമ്പതികളുടെ മകനാണ്, 19 വയസ്സുകാരനാണ് ഈ കുട്ടി. അപ്പോ പ്രസിഡന്റിന് വ്യക്തിപരമായി നേരിട്ട് അറിയുന്ന കുടുംബമാണോ? നേരിട്ട് അറിയുന്ന കുടുംബമാണ്. കുട്ടികൾ അത് അധികം അറിയില്ലെങ്കിലും അച്ഛനും അമ്മയും അതുപോലെ തന്നെ വലിയമ്മ വലിയച്ഛനെയും എല്ലാം നേരിട്ട് അറിയുന്ന കുടുംബമാണ്. അപ്പോ ഒരു നമ്മുടെ കാറ്റും മഴയുമായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ KSEBയിൽ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടേതായ അറിവിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആൾക്കാർക്ക് മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിൽ തരുന്ന അപേക്ഷകളെല്ലാം തന്നെ പഞ്ചായത്തുമായി ഇടപെട്ടുകൊണ്ട്. ശരി, ശ്രീമതി മിനി, ദയവായി താങ്കൾക്ക് തുടരാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം. ഇപ്പോൾ